ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. അതിനുള്ളിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റോ ആകാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. പിന്നെ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഒരു 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളകിൻ്റെ പൊടി, പിന്നെ 1 സ്പൂൺ കസൂരി മേത്തി, പിന്നെ ഒരു നാരങ്ങയുടെ പകുതിയുടെ നാരങ്ങ നീരെടുക്കണം, പിന്നെ 1 സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ഒരു അരിപ്പൊടിയും കൂടെ 1 സ്പൂൺ, പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് ഒരു അരമണിക്കൂർ, ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒന്ന് പറയാൻ മറന്നുപോയി, പെരുംജീരകത്തിൻ്റെ പൊടി കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചിക്കൻ അതിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് മാറ്റിയ ശേഷം പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 സവോള അരിഞ്ഞത് കൂടെ ചേർത്തതിന് ശേഷം അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1/2 സ്പൂൺ സോയാ സോസും മിക്സ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ആ ചിക്കനിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് വറുത്ത കറിവേപ്പിലയും കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർത്ത് ഞാൻ ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.